കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി, അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്ന് പേരും ചേർന്ന് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, വിജിലൻസ് കമ്മീഷണർ എന്നീ പോസ്റ്റുകൾ, അതിന് താഴെയുള്ള പോസ്റ്റുകളിലൊക്കെ ആളുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള യോഗമായിരുന്നു. അതായത് അതിനായുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ക്യാബിനറ്റിലെ ഒരു മന്ത്രി പ്ലസ് പ്രതിപക്ഷ നേതാവും, ഈ മൂന്നംഗ സമിതിയാണ് ഈ പറയുന്ന ആളുകളെയൊക്കെ നിയമിക്കേണ്ടത്. നേരത്തെ അതിൽ ഈ ഘടന വേറെയായിരുന്നു, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധിയും ഒരു പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവസാന തീരുമാനം 3-2 ഭൂരിപക്ഷത്തിൽ എടുക്കുകയും ചെയ്യും. അവിടെ ആകെ ചെയ്യാനുള്ളത് തൻ്റെ വിയോജിപ്പ് അറിയിക്കുക, അത് രേഖാമൂലം എഴുതി വെക്കപ്പെടുക എന്നത് മാത്രമാണ്. 88 മിനിറ്റാണ് ഈ 3 പേർ ചേർന്ന് ഉണ്ടായ യോഗത്തിന് എടുത്തത്. പല അഭ്യൂഹങ്ങളും ഇതേ തുടർന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എന്താണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ കോൺഗ്രസ് പിന്നീട് വ്യക്തമാക്കിയത് ഈ നിയമനങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അത് രേഖാമൂലം ആക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അജിംസ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ അതിൻ്റെ അംഗങ്ങൾ, ഇതൊക്കെ ഈ നിയമനങ്ങളെക്കുറിച്ചാണല്ലോ ചർച്ച നടത്തിയത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിലും സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. വോട്ട് ചോരിയെക്കുറിച്ചും SIR-നെ കുറിച്ചുമൊക്കെ വളരെ ശക്തമായി അദ്ദേഹം വാദിക്കുകയുണ്ടായി. ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു എന്ന് നമുക്ക് തോന്നിയുന്നുണ്ടോ? അല്ല, ഈ ഒരു സാധാരണ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗാണിത്. നിയമപരമായിട്ട് നടക്കേണ്ട ഒരു മീറ്റിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വാർത്തയാവുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് തലേന്നാണ്, മിനിഞ്ഞാന്നാണ് പാർലമെൻറ്റിൽ അതിരൂക്ഷമായ സംവാദം വോട്ട് ചോരി വിഷയത്തിലുണ്ടായത്. അപ്പോൾ ആ വോട്ട് ചോരി വിഷയത്തിൽ ആ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന രീതി, പുതിയ നിയമപ്രകാരം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇരിക്കുന്നു. ആ റൂമിൽ എനിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ വോയിസിന് അവിടെ ഒരു വിലയുമില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞാലും അതിലൊരു കാര്യമില്ല. ഞാനൊരു വിയോജനക്കുറിപ്പ് എഴുതിയാൽ അത് പരിഗണിക്കപ്പെടാറില്ല. പിന്നെ ഞാൻ എന്തിനാണ് അത്തരം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം ചോദിച്ചിരുന്നു. ആ ചോദ്യം ചോദിച്ച് പിറ്റേന്നാണ് ഈ പറയുന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതുപോലെ ചീഫ് വിജിലൻസ് കമ്മീഷണർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ചെല്ലുന്നത്. എന്നും അദ്ദേഹം അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ചോദിച്ചിരുന്നു. ആ ലിസ്റ്റ് ചോദിച്ചപ്പോൾ അതിൽ SC ST OBC വിഭാഗത്തിൽ നിന്നുള്ള 7% പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ ഒരു വിശദമായ ഡിസെൻ്റ് നോട്ട്, ഒരു വിസമ്മതക്കുറിപ്പ് എഴുതി ഈ യോഗത്തിൽ സമർപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസെൻ്റ് നോട്ട് കൊടുത്തു. അത് സാധാരണ കൊടുക്കാറുണ്ട്, ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ പ്രശ്നം അതല്ല. എന്തിനാണ് ഈ 1.5 മണിക്കൂർ മീറ്റിംഗ് നീണ്ടത് എന്നുള്ളതാണ് പല തരത്തിലുള്ള സ്പെക്കുലേഷൻ. കാരണം തനിക്ക് വോയിസ് ഇല്ലാത്ത ഒരു മീറ്റിംഗിൽ അധിക സമയം അദ്ദേഹം ചെലവഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ 1.5 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും രാഹുൽ ഗാന്ധി സംസാരിച്ചു, എങ്കിൽ എന്ത് സംസാരിച്ചു എന്നുള്ള സ്പെക്കുലേഷനാണ് മൊത്തം. അതിൻ്റെ കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശീതകാല സമ്മേളനത്തിൽ മുഴുവൻ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള അതിരൂക്ഷമായ സംവാദങ്ങൾ, അത് വന്ദേമാതരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും SIR-ൻ്റെ കാര്യത്തിലാണെങ്കിലും പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള സ്പെക്കുലേഷനാണ്. അത് നമുക്കറിയില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പിന്നീട് വിശദീകരിക്കുമായിരിക്കും ആ മീറ്റിങ്ങിനകത്ത് എന്താണ് നടന്നിട്ടുള്ളതെന്ന്. ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോടോ ആഭ്യന്തരമന്ത്രിയോടോ അദ്ദേഹം സംവദിച്ചിട്ടുണ്ടാകാം, 1.5 മണിക്കൂർ സംവദിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ആ മീറ്റിങ്ങിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP നേതാക്കൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന BJP നേതാവ് പറയുന്നത് രാഹുൽ ഗാന്ധി ആരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നാണ് പറയാറുള്ളത്. അങ്ങനെ BJP നേതാക്കൾ പറയണമെങ്കിൽ ആ മീറ്റിങ്ങിൽ സീരിയസ് ആയ ഡിസ്കഷൻ നടന്നിട്ടുണ്ടാകാം എന്നാണ് അനുമാനിക്കേണ്ടത്. കാരണം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് രീതിയെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുമ്പിൽ നേർക്കുനേരെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, അതിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ, ഭരണഘടനാ വിരുദ്ധതയെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. അത് നമ്മുടെ ജനാധിപത്യത്തെ എത്രമാത്രം ദുർബലമാക്കുന്നു, പ്രതിപക്ഷത്തെ എത്രമാത്രം അണ്ടർമൈൻ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകാം. നമുക്കറിയില്ല, ഊഹം മാത്രമാണ്, അനുമാനം മാത്രമാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളെ ഇത്തരം കീ പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നില്ല എന്നൊരു സീരിയസ് ആയിട്ടുള്ള ഡിസെൻ്റ് നോട്ടാണ് രാഹുൽ ഗാന്ധി ആ മീറ്റിങ്ങിൽ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ BJP അതിനെ തിരിച്ചടിക്കും. തൊട്ട് മുമ്പുണ്ടായിരുന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ദളിത് സമുദായ അംഗമാണ്. അപ്പോൾ അതുപോലെ UPയുടെയും കോൺഗ്രസിൻ്റെയും കാലത്ത് ഇത്തരം കീ പോസ്റ്റുകളിൽ OBC SC ST കാറ്റഗറിയിൽ നിന്ന് എത്ര പേർ ഉണ്ടായിട്ടുണ്ടെന്ന ചോദ്യവും BJP തിരിച്ചു ചോദിക്കുന്നുണ്ട്.
അതിൽ കൂടുതൽ ആളുകളെ ഞങ്ങളാണ് നിയമിച്ചിട്ടുള്ളത്, NDA ആണ് നിയമിച്ചിട്ടുള്ളത് എന്നും അവർ മറുപടിയായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ രസകരമായ ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ളത്. ഇതിനു മുമ്പ് 2019 മുതൽ 2024 വരെയുള്ള രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക പദവിയേ ഉണ്ടായിരുന്നില്ല. അധീർ രഞ്ജൻ ചൗധരി ആയിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. അപ്പോൾ ഇത്തരം മീറ്റിങ്ങുകളിലൊന്നും, അതായത് ഇതിനു മുമ്പുള്ള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ, വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അധീർ രഞ്ജൻ ചൗധരി വിളിച്ചിട്ട് പോലുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമുണ്ട്. ഇന്ത്യ സഖ്യത്തിന് മതിയായ സീറ്റുകളുണ്ട്. കോൺഗ്രസ്സിന് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഒപ്പോസിറ്റ് ലീഡറായി മാറുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ വിളിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു ധർമ്മസങ്കടം കൂടി ഇവർക്കുണ്ട്. എന്തായാലും ഈ ഒരു ഡിബേറ്റ് എന്തുമാവട്ടെ, ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്ന ആ ഡിബേറ്റ്, ഓച്ചോരിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്, പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായി നേർക്കുനേരെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ ഡിബേറ്റ് അത് ജനാധിപത്യത്തിൽ നല്ലതാണ്. ഇപ്പോൾ നമുക്കറിയാം ജനാധിപത്യ സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുതൽ ഇലക്ഷൻ കമ്മീഷൻ മുതൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേർക്കുനേരെ, ഭരണകൂടത്തോട് നേർക്കുനേരെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടല്ലോ. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയും മീറ്റിങ്ങിലേക്ക് രാഹുൽ ഗാന്ധി വിളിക്കുകയും രാഹുൽ ഗാന്ധിയോട് വെച്ച് ഡിസൻ നോട്ട് എഴുതുകയും അതേക്കുറിച്ചൊരു സംവാദം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. പാർലമെൻറ്റിൽ സംവാദം ഉണ്ടാകുന്നുണ്ട്. അത്രയും ശുഭോദർക്കമാണ് കാര്യങ്ങൾ. ഇതാ ഷാൻ തോന്നുന്നു. കാരണം പിന്നെ രാഹുൽ ഗാന്ധി ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് സെഷനിൽ സംസാരിച്ച കാര്യങ്ങൾ വളരെ ശക്തമായി അദ്ദേഹം അമിത്ഷായോടൊക്കെ ക്രോസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനുള്ള? വേറെ ഒരു ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ശക്തമായ വോയിസ് ഉയരാത്തൊരു സാഹചര്യം കൂടിയില്ലേ? ഇല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഉറക്കെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് കൂടുതൽ ഒച്ച വരികയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അത് സംസാരിക്കുന്നത് BJP-യോടാണ്. BJP ഇപ്പോൾ എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയാലും അതിനകത്തെല്ലാം പപ്പു എന്ന് വിളിച്ച് കളിയാക്കും, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് മണ്ടത്തരമാണെന്ന് പറയും. ഇപ്പോൾ 22 സ്ഥലത്ത് ഒരു സ്ത്രീ മാത്രം വോട്ട് ചെയ്തെന്ന് ചോദിച്ചു എന്ന കണക്ക് രാഹുൽ ഗാന്ധി ഹരിയാനയെ മുൻനിർത്തി അവതരിപ്പിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ പറയാണ് 22 സ്ഥലത്ത് ഒരാൾ ഓടിപ്പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ? അതിൽ തന്നെ ഇല്ല കള്ളത്തരം. ചിരിക്കുകയാണ്. കാരണം 22 പേർക്ക് പേപ്പർ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. 22 പേരാണ് പോയി വോട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ സുരേന്ദ്രൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തോ മണ്ടത്തരം പറഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ എഴുതിയാൽ അതിനൂടെ കയ്യടി കിട്ടുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാം മണ്ടത്തരമാണ്, എല്ലാം തെറ്റാണ്, രാഹുൽ ഗാന്ധിയുടെ പഴയ കഥ, പാർട്ടിയുടെ പഴയ കഥ പറഞ്ഞാൽ എല്ലാത്തിനെയും ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസിലാണ് ഇവർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം എന്താണ്? പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റിയിൽ പക്ഷേ എൻ്റെ ശബ്ദത്തിന് വോയിസ് ഇല്ല. വോയിസ് ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണ്? സുപ്രീം കോടതി പറഞ്ഞത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഇവർ 3 പേരും കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ നിശ്ചയിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപാടുകൾക്കകത്തെല്ലാം വലിയ തോതിൽ സംശയാസ്പദവും ദുരൂഹവുമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് വിവിധ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ശരി, അത് നീതിയുക്തമായി നടക്കാൻ നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി വരട്ടെ, ചീഫ് ജസ്റ്റിസ് വരട്ടെ, പ്രതിപക്ഷ നേതാവ് വരട്ടെ, എന്നിട്ട് നിങ്ങൾ കൈകണ്ടതിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയണം എന്നാണ്. സുപ്രീം കോടതി ഏത് കാര്യത്തിലും ഒരു തീർപ്പുണ്ടാക്കും അതിനകത്ത് ഭരണഘടനാ മൂല്യങ്ങളുടെ ഒരു സത്ത ചേർന്നിരിക്കുമല്ലോ. അല്ല സുപ്രീം കോടതിക്ക് രാവിലെ വ്യക്തിക്ക് തോന്നുന്നതല്ലോ ചേർക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? സത്യത്തിൽ എങ്ങനെയാണ് ഈ കമ്മീഷനെ രൂപീകരിക്കാനുള്ള കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് സംബന്ധിച്ച് ഭരണഘടന വ്യക്തത തരുന്നില്ല. അപ്പോൾ ഹൈക്കോടതി ഈ ഭരണഘടനാ മൂല്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു സംഗതി പറയുന്നു. CJIയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ആ നിർദ്ദേശം വെക്കുന്നു. ആ നിർദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ പൊടുന്നനെ നിയമം ഉണ്ടാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു നിയമം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നു. എന്തിനാണ്? CJI ഒഴിവാക്കണം. കാരണം CJI വന്നാൽ പണിപാളി. എന്നിട്ട് എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയുടെ താഴെയുള്ള ഒരു മന്ത്രിയെ വെച്ചു. അയാൾ പ്രധാനമന്ത്രി വരുന്നതിന് അപ്പുറത്തേക്കൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിനെ അവർ നേരത്തെ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്. ആരെ കമ്മീഷണറാക്കണമെന്ന കാര്യം തീരുമാനിച്ച് വന്നിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തീരുമാനത്തോട് പ്രതിപക്ഷ നേതാവ് ഒപ്പോസ് ചെയ്യും. ഇനി പ്രതിപക്ഷ നേതാവിനെ വന്നിട്ടില്ലെങ്കിലും വിളിച്ചിട്ടെങ്കിലും ഒന്നും ഈ 2 പേരുടെ തീരുമാനം മതിയല്ലോ. ഭൂരിപക്ഷ ആൾക്കാർ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന മട്ടിൽ. അപ്പോൾ ഈ കാലത്ത് ഈ ചർച്ച ഏറ്റവും പ്രധാനമാകുന്നത് എന്താണ്? പണ്ട് നിങ്ങളുടെ കാലത്തും സർക്കാരിന് താല്പര്യമുള്ള ആളുകൾ നിയോഗിക്കപ്പെട്ടില്ലെന്ന് ചോദ്യം ചോദിച്ചു. പക്ഷേ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് ജനങ്ങൾക്കുണ്ടായത്, അവിശ്വാസം ഉണ്ടായതൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. TN ശേഷനെ നിയമിച്ചാലാണ് കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള ഒരു സർക്കാരാണ് നിയമിക്കുന്നത്. TN ശേഷനാണ് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകമാനം മാറ്റിമറിക്കുകയും സംശുദ്ധീകരിക്കുകയും ചെയ്ത ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ നിയമിച്ചത് ആരായിരുന്നു? അദ്ദേഹത്തെ നിയമിച്ചത് കോൺഗ്രസ് പിന്തുണയുള്ള ഒരു സർക്കാരായിരുന്നല്ലോ. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വെച്ചാൽ ആളുകൾ എന്തുമാത്രം അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, ആളുകൾ എന്തുമാത്രം അതിനെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. നമ്മുടെ മുമ്പിൽ വളരെ എക്സ്പ്ലിസിറ്റായി തട്ടിപ്പ് നടക്കുന്നു. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ക്രമക്കേടുകൾ മുഴുവൻ. ആ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
നീതിയുക്തമായിരിക്കണം, സുതാര്യമായിരിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ സുഹൃത്തും കൂടി തീരുമാനിച്ചോളാം, അതിനപ്പുറത്തേക്ക് കൂടുതൽ ശബ്ദങ്ങളൊന്നും ആരും ഉയർത്തിക്കൊണ്ട് വരണ്ട, വിയോജിപ്പും കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് താല്പര്യമുള്ളവരെ നിയമിക്കൂ, നിങ്ങൾ മീറ്റിംഗ് കൂടുകയോ കൂടാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന മട്ടിൽ വന്നിട്ട് മീറ്റിംഗ് കൂടുന്നതിൻ്റെ വ്യക്തി എന്ന് ഓൾറെഡി അവർ തീരുമാനിച്ചു ആരായിരിക്കണം, എവിടെ വരണം. ഈ മീറ്റിങ്ങിന് വരുന്ന ഈ മീറ്റിങ്ങുകൾ കൊണ്ട് തന്നെ കൊണ്ടുവരും. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം അവർ വിളിക്കുന്ന ഒരു നാമമാത്രമായ മീറ്റിംഗാണ്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യ നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ ജനാധിപത്യപരമായ ആശയങ്ങൾ എന്ന് പറയുന്ന സംഗതികളെ എല്ലാം അവർ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഡെമോക്രാറ്റിക്കായ സംഗതി, ഭരണഘടനാ മൂല്യങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ കളിയാക്കി ഒഴിവാക്കാനോ പാകിസ്ഥാൻ ഏജന്റ് എന്നൊക്കെ വിളിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിരാശപ്പെടാതെയുള്ള പോരാട്ടത്തെ നമുക്ക് അംഗീകരിക്കാം. കാരണം അദ്ദേഹം ഇത് മൊത്തം കയ്യിൽ നിന്ന് പോയി, നമ്മൾ ഹരിയാനയിൽ നിന്ന് തോറ്റു, നമ്മൾ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ബീഹാറും തോറ്റു എന്നൊന്നും അദ്ദേഹം വിചാരിക്കുന്നില്ല. അദ്ദേഹം ഈ സംഗതി വേറെയാണ്. ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ കേവലമായ തോൽവിക്കപ്പുറം ഇന്ത്യയുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ പോരാടുകയാണ്. ആ പോരാട്ടത്തെ നമുക്ക് നോക്കിയിരിക്കാം. അതിപ്പോൾ ഇന്നോ നാളെയോ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംഗതിയുടെ വിശ്വാസ്യതാ പ്രശ്നം ഗുരുതരമായ പ്രശ്നമായി ഇപ്പോഴവിടെ നിൽക്കുകയാണ്.